വർഷങ്ങളായി എടക്കരയിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സബ് രജിസ്ട്രാർ ഓഫീസിന് ടൗണിനോട് ചേർന്ന് തന്നെ കെട്ടിടം നിർമ്മിക്കുവാനുള്ള ഭൂമി വിട്ടു നൽകുവാനുള്ള സുമനസ്കരെ കണ്ടെത്തുവാൻ അധികൃതർ ശ്രമിക്കണമെന്ന് കോൺഗ്രസ് എസ് എടക്കര മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. രജിസ്ട്രേഷൻ പുരാരേഖ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രിയുമായ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും സർക്കാരിനും അയച്ച നിവേദനത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. നമ്മുടെ എടക്കരയിൽ പ്രവർത്തിക്കുന്ന സബ് രജിസ്ട്രാർ ഓഫീസ് അത് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണ്. നമ്മുടെ എടക്കരയിലെ മെട്രോ ബസാർ എന്ന ബിൽഡിങ്ങിൽ ആണ് പ്രവർത്തിക്കുന്നത്. ഇതിനു മുമ്പ് അത് പ്രവർത്തിച്ചിരുന്നത് മുസ്ലിയാരങ്ങാടിയിലുള്ള ഒരു കെട്ടിടത്തിലായിരുന്നു. ഇവിടെ ഒക്കെ ആണെങ്കിൽ തന്നെ പൊതുജനങ്ങൾക്ക് എടക്കരയിൽ നിന്നും മൂത്തേടത്തിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആളുകൾക്ക് ബസ് യാത്രാ സൗകര്യം വളരെ പ്രധാനമായിട്ട് ഒരവസ്ഥയാണ്. ആ ഒരു സാഹചര്യം വളരെ അനുയോജ്യമായൊരു സാഹചര്യമായിരുന്നു എടക്കരയിൽ എവിടെ പ്രവർത്തിച്ചാലും. പക്ഷേ ഇപ്പോൾ ഈ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിനെ മാറ്റുന്നതിനു വേണ്ടി സ്വന്തമായ ഒരു കെട്ടിടത്തിലേക്ക് മാറ്റുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബാധ്യത കുറയും എന്നുള്ളത് വളരെയധികം ശരിയാണ്. പക്ഷേ എങ്കിലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ ജനോപകാരപ്രദമായ രീതിയിൽ ജനങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത ഇല്ലാത്ത ഒരു രീതിയിൽ ഈ സ്ഥാപനത്തിനെ ടൗണിനോട് ചേർന്ന് തന്നെ അതിനെ നിലനിർത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എടക്കരയുടെ വിവിധ മലയോര മേഖലകളിൽ നിന്നും പോത്തുകല്ല്, മുണ്ടേരി, അപ്പൻകാപ്പ്, ചുങ്കത്തറ, വഴിക്കടവ് എന്നിവിടങ്ങളിൽ നിന്നും തുടങ്ങി രജിസ്ട്രേഷൻ ആളുകൾ എത്തുന്നുണ്ട്. ഇതുവരെ യാത്രാ ദുരിതം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. വർഷങ്ങളായി എടക്കരയിൽ പ്രവർത്തിക്കുന്ന സബ് രജിസ്ട്രാർ ഓഫീസ് വാടക കെട്ടിടത്തിലാണ്. എന്നാൽ സ്വകാര്യ വ്യക്തി വിട്ടു നൽകിയ ഭൂമി 2 കിലോമീറ്ററോളം ദൂരമുള്ളതാണ്. രജിസ്ട്രേഷന് വരുന്നവർക്ക് ഈ സ്ഥലത്ത് ഓട്ടോറിക്ഷ വിളിച്ചു വേണം എത്തിപ്പെടാൻ. സാധാരണക്കാരന് സാമ്പത്തിക ബാധ്യത വരുത്തുന്നതും യാത്രാ ബുദ്ധിമുട്ടുളവാക്കുന്നതുമാണിത്. വിട്ടു നൽകിയ ഭൂമി സബ് രജിസ്ട്രാർ ഓഫീസിന് കെട്ടിടം പണിയുവാൻ അനുയോജ്യമല്ലെന്ന് നിലമ്പൂർ PWD AEയുടെ റിപ്പോർട്ട് പരിഗണിച്ച് ജനോപകാരപ്രദമായ തീരുമാനം കൈക്കൊള്ളണമെന്നും സർക്കാരിനും വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും എടക്കര മണ്ഡലം കോൺഗ്രസ് എസ് കമ്മിറ്റി നൽകിയ നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് എസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി അബ്ദുൽ മജീദ് ചിറ്റങ്ങാടൻ, നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് എസ് പ്രസിഡന്റ് ശശിധരൻ മുത്തേടം, വൈസ് പ്രസിഡന്റ് കുഞ്ഞിക്കോമു കല്ലേങ്ങര, കുഞ്ഞി മുഹമ്മദ് CT, ഷാഹുൽ ഹമീദ് S, ജോയി തകരപ്പിള്ളി, ഖാലിദ് KC എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. SS Gold, Pure Gold. SS Group, Nilambur.